ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദിലിക്കൽ എല്ലാ ദിവസമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് തിങ്കളാഴ്ച ദിവസം പോസിറ്റീവായ രീതിയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് നടത്തി. നിഫ്റ്റി 24,100 മുകളിൽ നിലയുറപ്പിച്ചു. സെൻസെക്സ് 300 പോയിന്റിൻ്റെ റാലി രേഖപ്പെടുത്തി. ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളായിട്ടുള്ള HDFC ബാങ്ക്, ICICI ബാങ്ക്, റിലയൻസിനെല്ലാം തന്നെ JP മോർഗൻ അപ്ഗ്രേഡ് ചെയ്തിരുന്നു. ഇൻഫോസിസും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഏറെ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ IT സ്റ്റോക്കുകളിൽ ചെറിയൊരു പോസിറ്റിവിറ്റി ഒക്കെ കാണുന്നത്. കൂടാതെ ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളിലേക്ക് പോകുകയാണെങ്കിൽ കിർലോസ്കർ ഓയിൽ 20% അപ്പർ സർക്യൂട്ട്. ഫാക്റ്റും നാഷണൽ NOICL പോലെയുള്ള കമ്പനീസിന് എല്ലാം തന്നെ ഗവൺമെൻറ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയത് കാരണം ഈ ഒരു ഫെർട്ടിലൈസർ മേഖലയിലുള്ള കമ്പനീസിന് അത് ഗുണകരമായി. NOICL എല്ലാം തന്നെ 20% റാലി, ഫാക്റ്റും റാലി രേഖപ്പെടുത്തി. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് IOC, HPCL, BPCL തുടങ്ങിയിട്ടുള്ള ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ക്രൂഡ് പ്രൈസ് താഴെ വന്നത് കാരണം അതും പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആദിത്യ ബിർള ക്യാപിറ്റൽ കമ്പനി അവരുടെ മാർക്കറ്റ് ക്യാപ്പ് 1,00,000 കോടി കവിഞ്ഞു എന്നുള്ള പോസിറ്റീവ് ന്യൂസുകളുണ്ട്. ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് ഏഷ്യൻ പെയിൻറ്റും, ടൈറ്റാനും, നെസ്ലയും തുടങ്ങിയ കമ്പനീസാണ്. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4,204, സിൽവർ 66, ബിറ്റ്കോയിൻ 64,000 റേഞ്ച് നിലകൊള്ളുന്നു. ബ്രന്റ് ഓയിൽ 78 എത്തി. നാച്ചുറൽ ഗ്യാസ് ഖത്തറിലെ റസൽഫാനിലൊരു ഒരു കെമിക്കൽ പ്ലാന്റിൽ ഉണ്ടായ ടെക്നിക്കൽ ഇഷ്യൂ കാരണം അവിടെ ഒരു ചെറിയൊരു ഇഷ്യൂ നടന്നു. ആക്രമണമല്ല, അതിൻ്റെ ഭാഗം നിന്നോണം LPG പ്രൈസ് ഉയർന്നു. ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും ഫ്ലാറ്റാണ്. ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. ഇറാൻ്റെ ഇഷ്യൂസിലേക്കൊക്കെ നമ്മൾ കടക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ITR ഫയൽ ചെയ്യണ്ടേ. കഴിഞ്ഞ വർഷത്തെ ITR ട്രേഡ് ചെയ്യുന്ന എല്ലാ ആളുകളും, അതിപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകളും, സ്വിംഗ് ചെയ്യുന്ന ആളുകളും, ഓപ്ഷൻ ചെയ്യുന്ന ആളുകളും, എല്ലാ ആളുകളും ITR ഫയൽ ചെയ്യേണ്ടത് വളരെയധികം നിർബന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഫയൽ ചെയ്തില്ലെങ്കിൽ പിൽക്കാലത്തായിരിക്കും അതിൻ്റെ പ്രശ്നങ്ങൾ വരാം. കൂടാതെ തന്നെ ഗവൺമെൻറ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ITR നിങ്ങൾക്ക് ഫയൽ ചെയ്യാം. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽ അവിടെ ഫില്ല് ചെയ്യുക. നിങ്ങളെ ITR ഫയൽ ചെയ്യാനായിട്ട് നമ്മളുടെ ടൈപ്പായിട്ടുള്ള സ്ഥാപനം നിങ്ങളെ വിളിക്കും. അപ്പോൾ നിങ്ങൾ അവരായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ ITR ഫയൽ ചെയ്യാം. വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് നേരെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുന്നതിന് മുമ്പ് ഈ ഇറാൻ ഇഷ്യൂസ് ആദ്യം നോക്കാം. ഇറാൻ ഇഷ്യൂസിൽ സ്വിറ്റ്സർലൻഡിൽ ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു ചർച്ചകൾ നടക്കുകയാണല്ലോ. ഖത്തറും പാകിസ്ഥാനുമാണ് ഈ ചർച്ചയിൽ മധ്യസ്ഥത വഹിക്കുന്നത്. അപ്പോൾ 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാറിൽ ഏർപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു റോഡ് മാപ്പ് തയ്യാറാക്കി ആണവ പദ്ധതികൾ, സാമ്പത്തിക ഉപരോധങ്ങൾ, തർക്ക പരിഹാരങ്ങൾ, അതായത് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു. $300 ബില്യൺ ഇറാന് കൊടുക്കുമെന്നൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് പ്രത്യേകമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ലെബനാൻ പ്രശ്നവും ചർച്ച ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ലെബനൻ കൺഫ്ലിക്ഷൻ സെല്ല് രൂപീകരിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു എസ്കലേഷൻ വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേക ഗ്രൂപ്പുകളായിരിക്കും. ഓരോ പ്രശ്നത്തിനുള്ള ഒരു സെപ്പറേറ്റ് സെല്ല് അവർ നിയമിച്ച് അതിൽ പ്രകാരമായിട്ടുള്ള ചർച്ചകളാണൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിൽ 24,100, നിഫ്റ്റിയുടെ സ്പോട്ട് 24,200, 250 മേജർ റെസിസ്റ്റൻസ് സോണുകളായിട്ടും 24,000 മേജർ സപ്പോർട്ട് സോണുകളായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ FISൻ്റെ ആക്ടിവിറ്റീസ് വളരെയധികം കീനായിട്ട് വാച്ച് ചെയ്യണം. ഈ വീഡിയോയുടെ കമൻറ്റുകളിൽ ഉണ്ടാവും നമ്മുടെ സുഹൃത്തുക്കൾ. കാരണം നിഫ്റ്റി പഴയ രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ FIS പഴയ രീതിയിലാണെങ്കിൽ ഇന്ന് അവർ സെല്ല് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് അവർ സെല്ല് ചെയ്തിട്ടില്ല. അതായത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് ഒന്നും തന്നെ പോസിറ്റീവല്ല. US ഫ്യൂച്ചറും ഭീകര പോസിറ്റീവ് അല്ല. പക്ഷേ നിഫ്റ്റി ഇന്ന് 24,100 മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് ഒരു FISൻ്റെ സഹായമുണ്ടോ, അവരുടെ ബൈയിങ് ഉണ്ടോ എന്നുള്ളത് വാച്ച് ചെയ്യണം. കമൻറ്റിൽ ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാൻ. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ മാത്രമാണ്. ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനിക്ക് 1,081 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. കൂടാതെ തന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക് കമ്പനി അവർ അവാൻടെക് അസോസിയേഷനായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഏഷ്യൻ എനർജി സർവീസ് കമ്പനി 187 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ് മൾട്ടിപ്പിൾ ന്യൂസ് വരുന്നുണ്ട്. ഗവൺമെൻറ് ഓഫീസിലൂടെ സ്റ്റേക്ക് സെല്ല് ചെയ്യുമെന്നുള്ള ന്യൂസ് വന്നു. അതിനുശേഷം ഗവൺമെൻറ് സെല്ല് ചെയ്യുന്നില്ല എന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യുക. സെഞ്ചുറി ഇൻക കമ്പനി
അവർ ഒരു ഹൈബ്രിഡ് സോളാർ പ്രൊജക്റ്റിൻ്റെ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. വാരീസ് എനർജി ഇന്ന് ഫോളോ ആയിട്ടുണ്ട് ആക്ച്വലി. കാരണം ഇവരുടെ പ്രൊക്യൂർമെൻറ്റ് ഓഫീസർ റിസൈൻ ചെയ്തു. മാരുതി അവർ ഗുജറാത്ത് ഗവൺമെൻറ്റായിട്ട് ഒരു പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ചെയ്യാനായിട്ട് ധാരണയായി എന്നുള്ള ന്യൂസ്. PNC ഇൻഫ്ര കമ്പനി ഈ നാഷണൽ ഹൈവേ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അവർ പുതിയൊരു സബ്സിഡിയറി അവർ ഫോം ചെയ്തു. സ്റ്റോക്കിൽ നിന്ന് 5% റാലി രേഖപ്പെടുത്തി. ആവാസ് ഫിനാൻസ് കമ്പനി CFO റിസൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. വോൾട്ടാസ് അവർ ഏകദേശം 10 ലക്ഷം AC ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ സെല്ല് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഈ ഇറാൻ്റെ ഇഷ്യൂസിലേക്കൊക്കെ കടക്കുമ്പോൾ ലെബനൻ വിഷയം അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഇറാൻ ഫണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് യുദ്ധത്തിൻ്റെ ഒരു പരിഹാരം എന്നോണം ഒരു ഫണ്ട്. അത് വലിയൊരു ഫണ്ടാണ്. അപ്പോൾ അത് കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. പിന്നെ ഈ ഒരു സ്ട്രൈറ്റ് ഓഫ് ചോയ്സ് അത് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ വക കാര്യങ്ങൾ വരും. അപ്പോൾ ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ആവശ്യങ്ങളാണ് ഇരു രാജ്യങ്ങളും ഉള്ളത്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് അവരുടെ യുറേനിയം എൻറിച്ച്മെൻറ്റ് അവസാനിപ്പിച്ച് യുറേനിയം പരിശോധിക്കാനായിട്ട് UN ഏജൻസിക്ക് പൂർണ്ണമായിട്ടും അലൗ ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഇത്ര നാളും നടത്തിയ ഒരു പ്രവർത്തനം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു നയമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതിന് ഇറാൻ പറയുന്നത് ഇതുപോലെയുള്ള വലിയ ഫണ്ട് റിലീസാക്കണം, ഉപരോധം മാറ്റണം, ലെബനാനിൽ ഇഷ്യൂ മാറ്റണം, അവരുടെ പോഷക സംഘടനകളെല്ലാം തന്നെ ഹാപ്പിയാക്കാനായിട്ടാണ് ഈ ലെബനാനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറ്റമൊക്കെ അവർ ആവശ്യപ്പെടുന്നത്. ഇത്തരം കാര്യങ്ങൾ 60 ദിവസമുണ്ട് നമുക്ക് മുന്നിൽ. അപ്പോൾ ചർച്ചയിലൂടെ പരിഹരിക്കണം. പല സമയങ്ങളും ട്രംപ് ചില സമയത്ത് വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും യുദ്ധം തീർന്നെന്ന്. ചില സമയത്ത് ട്രംപ് കുറച്ച് അഗ്രസീവായിട്ട് സംസാരിക്കും. അപ്പോൾ നമുക്ക് തോന്നും ഇത് പ്രശ്നത്തിലേക്ക് പോകുമെന്ന്. അപ്പോൾ അതുകൊണ്ടൊരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ പുട്ട് സൈഡിൽ ഇപ്പോഴും നല്ല പ്രീമിയം ഉണ്ട്. വളരെ ഫാർ പുട്ടിലും പ്രീമിയം ഉണ്ട്. കോൾ സൈഡിലാണ് പ്രീമിയം ഇല്ലാത്തത്. അതിനർത്ഥം മാർക്കറ്റിൻ്റെ ഫിയർ പുട്ട് സൈഡിൽ ഉണ്ട്. അതുകൊണ്ട് ഒരു സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ്ങിലേക്ക് മാർക്കറ്റ് പോകുന്നില്ല. ഈ ഇഷ്യൂ നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന എല്ലാ ഓവർനൈറ്റ് പൊസിഷനും അതിനൊരു ഇൻഷുറൻസ് വേണം, അതൊരു ഹെഡ്ജ് വേണം. നേക്കഡായിട്ട് ഓവർനൈറ്റ് പൊസിഷൻ ഈ ഒരു കാലയളവിലെല്ലാം തന്നെ ട്രംപിൻ്റെ അധികാരത്തിന് ശേഷം നേക്കഡായിട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്ത ആളുകൾക്കെല്ലാം തന്നെ വലിയ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടിയും ഭീകരമാവാനുള്ള സാധ്യതകളുണ്ട് ഈ ഒരു സാഹചര്യങ്ങളിൽ നിലനിൽക്കുമ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഹെഡ്ജ് ചെയ്ത് പൊസിഷൻ എടുക്കുക, അല്ലെങ്കിൽ എടുക്കാതിരിക്കുക. മാർക്കറ്റ് സമയത്ത് സ്പെക്കുലേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പോൾ ഓപ്ഷൻ ആയാലും ഇൻട്രാഡേ ആയാലും. അപ്പോൾ എനിവേ നാളെ കാണാം. താങ്ക് യു ഓൾ. അപ്പോൾ ITR ഫയൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, യൂസ് ചെയ്യാം. താങ്ക് യു.